മാരായമുട്ടം ജോസ് വധക്കേസിൽ പ്രതിക്ക് 27 വർഷം തടവ് ശിക്ഷ. ഒന്നാം പ്രതി മാരായമുട്ടം പെരുങ്കടവിള സ്വദേശി അനിൽകുമാറിനെയാണ് കോടതി ശിക്ഷിച്ചത്. 2014 മെയ്യിൽ ജോസ് എന്നയാൾ മാരായമുട്ടം ബെവറേജസ് ഷോപ്പിന് മുന്നിൽ വെച്ച് 4 ഗുണ്ടാസംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിലെ മറ്റ് പ്രതികൾ വിചാരണ കാലയളവിൽ കൊല്ലപ്പെട്ടു. ഹാൻസ് ജോൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, എന്തൊക്കെയാണ് ശിക്ഷയുടെ വിശദാംശങ്ങൾ? ബിന്നിൽ 2 വകുപ്പുകളിലായിട്ടാണ് ഇപ്പോൾ നിലവിൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന്, ഈ ജോസിനെ കൊലപ്പെടുത്തിയ കേസിൽ 14 വർഷം ജീവപര്യന്തം തടവും, അതിനോടൊപ്പം തന്നെ ഈ സംഭവ സമയത്ത് ജോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ശരത്തിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 13 വർഷം തടവും, അതിനോടൊപ്പം തന്നെ 11,25,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ആകെ മൊത്തം 27 വർഷമാണ് ഇപ്പോൾ പ്രതി അനിൽകുമാറിന് ശിക്ഷയായി കോടതി വിധിച്ചിരിക്കുന്നത്. ഈ സംഭവം പ്രധാനമായും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകപോക്കലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. 2014 മെയ് 12-നായിരുന്നു, ഏകദേശം രാത്രി 9:30-ഓടെയായിരുന്നു ഇത്തരമൊരു കൊലപാതകം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മാരായമുട്ടം ബീവറേജസ് ഷോപ്പിന് മുന്നിൽ നിന്നിരുന്ന ജോസിനെയും അതിനോടൊപ്പം തന്നെ ജോസിൻ്റെ സുഹൃത്തായിട്ടുള്ള ശരത്തിനെയും ഈ 4 സംഘം ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഈ വിചാരണ വേളയിൽ ബാക്കിയുള്ള 3 പ്രതികൾ വിവിധ ഗുണ്ടാ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു കേസിലാണ് ഇപ്പോൾ നിലവിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അനിൽകുമാറിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൂടാതെ സംഭവ സമയത്ത് ജോസിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ശരത്തും അതിനോടൊപ്പം തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയും മൊഴികളാണ് ഈ കേസിൽ നിർണായകമായത്. ഒപ്പം തന്നെ ഈ മാരായമുട്ടം പോലീസാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അന്നത്തെ എസ് ഐ ആയിട്ടുള്ള സുഗതൻ ഈ കേസിൽ പ്രതികൾക്ക് അനുകൂലമായി മൊഴിയൊക്കെ നൽകിയിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കും അതിനോടൊപ്പം തന്നെ കോടതിയുടെ രൂക്ഷ വിമർശനത്തിനുമൊക്കെ വഴിവെച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ പ്രതിക്ക് ഒന്നാം പ്രതിയായിട്ടുള്ള അനിൽകുമാറിന് 27 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഓക്കെ, വ്യക്തമാണ്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. മാരായമുട്ടം ജോസ് വധക്കേസിലാണ് ഇപ്പോൾ പ്രതിക്ക് 27 വർഷത്തെ തടവ് ശിക്ഷ.